1950 ജനുവരി 26-നാണ് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നത്. നമ്മൾ ബ്രിട്ടീഷ് അധീശത്വത്തിലായിരുന്നു, രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നു. പിന്നീടാണ് നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ജനാധിപത്യ സങ്കല്പങ്ങളിലേക്ക് മാറുന്നത്. ജനാധിപത്യ സങ്കല്പങ്ങളിലേക്ക് മാറുമ്പോൾ അതുവരെ പ്രജകളായിരുന്ന ആളുകൾ പൗരന്മാരായിത്തീരുന്നു. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ പ്രസിദ്ധമായ ഒരു പഴമൊഴി അല്ലെങ്കിൽ ഒരു വാചകം നമ്മൾ ആഘോഷിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്. അതിങ്ങനെയാണ്: കനകം മൂലം കാമിനി മൂലം കലഹം ഉലകിൽ സുലഭം എന്നാണ്. ലോകത്തുണ്ടാകുന്ന കലാപങ്ങളുടെയും കലഹങ്ങളുടെയും മൂലഹേതുവായി കുഞ്ചൻ നമ്പ്യാർ കാണുന്നത് ഒന്ന് സമ്പത്താണ്, മറ്റൊന്ന് കാമിനിയാണ്, കാമമാണ്. എന്നാൽ അന്ന് കുഞ്ചൻ നമ്പ്യാർ ഒരിക്കലും ചിന്തിച്ചില്ല അധികാരത്തിന് വേണ്ടിയുള്ള സംഘടനകളും ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല. എന്താണ് കാരണം? അന്ന് ജനാധിപത്യമുണ്ടായിരുന്നില്ല. ഭരണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കലഹം കൂടാനോ അല്ലെങ്കിൽ അത് ഡിസേർവ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ജനാധിപത്യ ബോധം ഉയർന്നിരുന്നില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അധികാരം കർമ്മസിദ്ധമായിരുന്നില്ല, ജന്മസിദ്ധമായിരുന്നു. അഥവാ രാജാവിൻ്റെ മകൻ രാജാവ്, മറ്റൊരാൾക്ക് ആ അധികാര പദവിയിലേക്ക് എത്തുക അചിന്ത്യവും ആലോചനയ്ക്ക് അപ്പുറവുമായിരുന്നു. ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു. ഡെമോക്രസിയെക്കുറിച്ച് ലിങ്കൺ നൽകിയ നിർവചനം ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം. പ്രജകളായിരുന്നവർ, അടിമകളായിരുന്നവർ, കൽപ്പനകൾ അനുസരിച്ചിരുന്നവർ, സ്വയം കൽപ്പിക്കാൻ കഴിവുള്ളവരും സ്വയം വിധി നിർണയിക്കാൻ സാധിക്കുന്നവരുമായി നമ്മൾ മാറുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തോടെയും നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കായി മാറുന്നതോടുകൂടിയുമായിരുന്നു. റെസ് പബ്ലിക്ക എന്ന പൊതുവായത് എന്ന് പറയപ്പെടുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം അല്ലെങ്കിൽ പദം തന്നെ ഉണ്ടാകുന്നത്. ഈസറുടെയും ചക്രവർത്തിമാരുടെയും ഭരണം കഴിഞ്ഞതിന് ശേഷമുള്ള ഭരണ സംവിധാനങ്ങളെയാണ് റോമക്കാർ പൊതുവെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചതും അടയാളപ്പെടുത്തിയതും. റിപ്പബ്ലിക് എന്ന ആശയത്തിന് സൈദ്ധാന്തികമായ രൂപവും ഭാവവും നൽകുന്നത് വിശ്രുത ചിന്തകനായ പ്ലാറ്റോ ആയിരുന്നു. പ്ലാറ്റോയുടെ റിപ്പബ്ലിക് ഓഫ് പ്ലാറ്റോ, ജംഹൂരിയത്തു അഫ്ലാത്തൂൻ, അത് വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. ആധിപത്യ ആശയങ്ങളുടെ മൂല സ്രോതസ് റിപ്പബ്ലിക് ഓഫ് പ്ലാറ്റോ ആണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുണ്ടാവുക, ഇതാണ് റിപ്പബ്ലിക്കിൻ്റെ ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം അല്ലെങ്കിൽ അടിസ്ഥാന ലക്ഷണം. പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന സവിശേഷമായ വിശേഷണമുണ്ടെങ്കിലും ബ്രിട്ടൻ ലക്ഷണമൊത്ത ഒരു റിപ്പബ്ലിക്കാണെന്ന് പറയാൻ കഴിയില്ല. അവിടുത്തെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള രാഷ്ട്രത്തലവൻ ഒരിക്കലും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളല്ല. ഇന്ത്യയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ദ്രൗപദി മുർമു പാർലമെൻറ്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും തിരഞ്ഞെടുത്ത ആളാണ്. എന്നാൽ ക്വീൻ എലിസബത്തിന് ശേഷം ചാൾസ് രാജാവ് ബ്രിട്ടൻ്റെ അധിപനായത് ഒരിക്കലും ജനങ്ങൾ തിരഞ്ഞെടുത്തതായിരുന്നില്ല. അവർക്ക് റോയൽ സ്റ്റാറ്റസ്, രാജകീയ പദവി ജന്മസിദ്ധമായി പൈതൃകമായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ ഏറ്റവും പക്വതയാർജിച്ച രാഷ്ട്രമാണ് ഇംഗ്ലണ്ടെങ്കിലും അതിനെ പൂർണ്ണാർത്ഥത്തിൽ റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ ആര് രാഷ്ട്രപതിയാകും എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ പാർലമെൻറ്റും നിയമസഭയും ചേർന്നുകൊണ്ട് അവർ വോട്ടെടുപ്പിലൂടെ വിജയിപ്പിക്കുന്ന ആളായിരിക്കും അടുത്ത പ്രസിഡന്റ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് സമ്പൂർണമായ ഒരു റിപ്പബ്ലിക് തന്നെയാണ്. യുണൈറ്റഡ് കിങ്ഡം, കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന രാജ്യങ്ങളുടെ പേരുകളിൽ നിന്ന് മനോഹരവും വ്യത്യസ്തവുമാണ് പൂർണ്ണാർത്ഥത്തിൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന പേര്. ഔപചാരികമായി ബ്രിട്ടീഷ് അധീശത്വം അവസാനിക്കുന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. എന്നാൽ ഇന്ത്യയുടെ സവിശേഷമായ ഒരു റിപ്പബ്ലിക്കായി ഇന്ത്യ മാറുന്നത് സ്വയം തിരഞ്ഞെടുപ്പിന് അവകാശമുള്ള
പൂർണ്ണാർത്ഥത്തിൽ ഒരു രാഷ്ട്രമായി മാറുന്നത് 1950 ജനുവരി 26-ന് നമുക്ക് നാം തന്നെ വിഭാവന ചെയ്ത ഒരു ഭരണഘടന അംഗീകരിക്കുന്നതോടുകൂടെയാണ്. ആ അർത്ഥത്തിൽ സ്വാതന്ത്ര്യ ദിനത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണ് റിപ്പബ്ലിക് ഡേ. പൗരന് എല്ലാ അവകാശങ്ങളും നൽകപ്പെടുന്ന സ്വതന്ത്രമായ പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.